തൃശൂർ അഴീക്കോട് ജനവാസ മേഖലയിൽ ജലസ്രോതസ്സുകൾ നികത്താനും ദേശീയപാതയുടെ നിർമ്മാണത്തിനും ഉപയോഗിച്ച മണ്ണിൽ വൻതോതിൽ ഘനലോഹ മാലിന്യം കലർന്നതായി കണ്ടെത്തി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഈ മാലിന്യങ്ങൾ കലർന്ന മണ്ണ് ഉടൻ നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എടയാർ വ്യവസായ മേഖലയിൽ പൂട്ടിപ്പോയ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യമാണ് സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളും തണ്ണീർത്തടങ്ങളും നികത്താൻ വ്യാപകമായി ഉപയോഗിച്ചതെന്നാണ് പരാതി. നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും പരാതിയെ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് മണ്ണിന്റെ സാമ്പിൾ പരിശോധിച്ചിരുന്നു. മണ്ണിൽ ക്രോമിയം, ലെഡ്, കോപ്പർ, ആർസനിക് തുടങ്ങിയ മാരക ലോഹങ്ങളുടെ സാന്നിധ്യം സാധാരണ അളവിനേക്കാൾ കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണിൽ നശിക്കാതെ നൂറ്റാണ്ടുകളോളം കിടക്കുന്ന ഈ ഖരമാലിന്യം കടുത്ത ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. മഴവെള്ളത്തിൽ ഒലിച്ചിറങ്ങി കിണറുകളിലും പുഴയിലും കലരുന്നതോടെ പ്രദേശത്തെ ഭൂഗർഭജലം 30 വർഷത്തോളം ഉപയോഗശൂന്യമാകും. കൃഷിയെയും മത്സ്യസമ്പത്തിനെയും പൂർണ്ണമായി നശിപ്പിക്കാൻ ഘനലോഹമാലിന്യം വഴിവെക്കുമെന്നാണ് ആശങ്ക. ക്യാൻസർ സാധ്യത, തൊലിപ്പുറത്തെ അലർജി, വ്രണങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് ക്രോമിയം വഴിവെച്ചേക്കുമെന്നും ആശങ്കയുണ്ട്. മാലിന്യം കലർന്ന മണ്ണ് ഉടനെ നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ.